ഏത് ഭർത്താവും ആഗ്രഹിക്കുന്നത് ഖദീജയെ പോലത്തെ ഒരു ഭാര്യയായിരിക്കും. ഖദീജ ബീവിയെ റോൾ മോഡലായി കാണാനൊരു കാരണമുണ്ട്. മാനസികമായി തളർന്ന് ജോലിഭാരം സഹിച്ച് വീട്ടിലേക്ക് അവസാനം മടങ്ങി വരുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന, പുഞ്ചിരിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയെ എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. ഖദീജ ബീവിയുടെ അതിമനോഹരമായ ഒരു ചരിത്രമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്നും ആദ്യം വഹി ലഭിച്ച് പേടിച്ച് നേരെ വരുന്നത് ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ്. ഖദീജ ബീവിയോട് പറഞ്ഞു, സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ട് മൂടണേ. പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ആശ്വസിപ്പിച്ചതിന് ശേഷം സ്വന്തം ഭർത്താവിന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകളുണ്ട്. ഓരോ ഭാര്യമാരും സ്വന്തം ഭർത്താവിനോട് പറഞ്ഞിരിക്കേണ്ട, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വാക്കുകളാണവ. പ്രവാചകരുടെ പേടി പോയി എന്നറിഞ്ഞപ്പോൾ ഖദീജ ബീവി പ്രവാചകരോട് പറഞ്ഞ മനോഹരമായ വാക്കുകളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ വാക്കുകൾ ഇങ്ങനെയാണ്: കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ. നബിയെ, അങ്ങ് വ്യസനിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, അങ്ങ് സന്തോഷിച്ചു കൊള്ളുക, അള്ളാഹു ഒരിക്കലും അങ്ങയെ വെറുതെയാക്കുകയില്ല എന്ന് ഖദീജ ബീവി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ: നബിയെ, അങ്ങ് കുടുംബബന്ധം ചേർക്കുകയും അശരണർക്ക് താങ്ങായി നിൽക്കുകയും ഇല്ലായ്മകളിൽ ജീവിക്കുന്ന ആളുകളെ സഹായിക്കുകയും അതിഥികളെ സൽക്കരിക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുന്ന വ്യക്തിയല്ലേ. അങ്ങേക്ക് അള്ളാഹു നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ആശ്വാസം പറഞ്ഞു കൊടുത്തു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ.